സ്മൃതി മാഡം, നമ്മൾ LDF 18,000 കേട്ടിങ്ങനെ നിൽക്കുകയാണ്. അതെ അതെ, സിനോജ് പറയുന്നു പ്രദീപ് 18,000 വോട്ട് വരെ പുറത്തു പറയുന്ന കണക്ക് അവരുടെ അകത്ത് വേറെ തന്നെ കണക്കുണ്ട്. നമുക്ക് UDF കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അകത്തും പുറത്തുള്ളത് പറയാൻ ആരാണ്? അത് ഇവർ നിശ്ചയിക്കട്ടെ ആരാ പറയാന്ന്. എനിക്ക് തോന്നുന്നു അവസാനം ജേസൺ പറയുമായിരിക്കും. അപ്പൊ നമുക്ക് പറയേണ്ടതാണ്. നമുക്ക് സായിലേക്ക് പോകാം. സായി, ഇപ്പോൾ UDF സംബന്ധിച്ച് ചേലക്കര പിടിക്കുക വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. മാത്രമല്ല, കാലങ്ങളായി LDF പിടിച്ചു വെച്ചിരിക്കുന്ന മണ്ഡലം അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച വെല്ലുവിളി. നേരത്തെ തന്നെ അവിടെ സംവിധാനങ്ങൾ ഒരുക്കി പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവിടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരു മാതൃക അവർ സൃഷ്ടിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്. അപ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിച്ചു. അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സംവിധാനങ്ങളൊക്കെ എന്ത് എന്നൊരു ചോദ്യത്തിലേക്ക് തന്നെ അവർ പോകുന്ന ഒരു രീതിയാകും. കാരണം അത്രത്തോളം ആത്മവിശ്വാസത്തോടെ അത്രത്തോളം പണിയെടുത്തിട്ടുണ്ട് ചേലക്കരയിൽ. അപ്പോൾ എന്താണ് അവരുടെ അവസാനത്തെ കണക്ക്? ഗുഡ് ഈവനിങ് എഡിറ്റോറിയൽ ടീം. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ആദ്യമായിട്ടായിരിക്കും ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്ന് ഇത്രമാത്രം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചേലക്കരയിൽ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും കഴിഞ്ഞ 25 വർഷമായി LDF വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ ഇത്തവണ അതല്ല സ്ഥിതി. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ ഉണ്ടാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അതുതന്നെയാണ് തങ്ങളുടെ ആദ്യ വിജയം എന്ന് പറയുകയാണ് ഇപ്പോൾ UDF നേതൃത്വം. അതോടൊപ്പം ഇത്തവണ ചേലക്കര എന്ന ഇടത് കോട്ട ഉറപ്പായും തങ്ങൾ വിജയിക്കും എന്നവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. 3000 മുതൽ 5000 വരെ എന്നുള്ളതാണ് അവർ പുറത്തു പറയുന്ന കണക്ക്. ഇനി അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറം വോട്ട് LDF പിടിച്ചാൽ പോലും ഒരു 900 വോട്ട് എന്ന കണക്ക് കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി സർക്കാർ വിരുദ്ധ തരംഗം അടിത്തട്ടിൽ വലിയ രീതിയിൽ ആഞ്ഞടിച്ചാൽ ഈ ഭൂരിപക്ഷം എന്നുള്ളത് 7000 വരെ പോകും. ഇതാണ് UDF പറയുന്ന കണക്ക്. ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ചേലക്കരയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം 3 പഞ്ചായത്തുകൾ വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ എണ്ണിക്കഴിയുമ്പോൾ തന്നെ LDF ലീഡ് വലിയ രീതിയിൽ ഉയരുകയും പിന്നീട് UDF അത് പിടിക്കാൻ കഴിയാതെ LDF വളരെ എളുപ്പത്തിൽ തുടക്കത്തിൽ തന്നെ വിജയം ഉറപ്പിക്കുന്നൊരു സാഹചര്യവും ഉണ്ടാകും. ഇത്തവണ LDF പറയുന്നത് ഇങ്ങനെയാണ്: വരവൂരും ദേശമംഗലത്തും വള്ളത്തോൾ നഗറിലും LDF ലീഡ് ചെയ്യും. അവിടെ LDF വോട്ട് തങ്ങൾക്ക് കിട്ടുമെന്ന് UDF പറയുന്നില്ല. പക്ഷെ അവിടെ അവർ ലീഡ് ചെയ്യും. പക്ഷേ ആ ലീഡ് എന്നുള്ളത് പരമാവധി പിടിച്ചു നിർത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വോട്ടെടുപ്പിന് ശേഷം അവർ മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. പിന്നീട് 4ാമത്തെ പഞ്ചായത്ത് പാഞ്ഞാളാണ്. അവിടെയും തങ്ങൾക്ക് വലിയ മാർജിൻ LDF ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ 4 പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ LDF ആയിരിക്കും ലീഡ് ചെയ്യുക. പക്ഷേ ആ ലീഡ് എന്നുള്ളത് ഒരു 5000 വരെ പിടിച്ചു നിർത്താൻ തങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ എണ്ണുന്ന ചേലക്കരയാകട്ടെ, പഴയന്നൂരാകട്ടെ, മുള്ളൂർക്കരയാകട്ടെ, കൊണ്ടാഴിയാകട്ടെ, ഇവിടങ്ങളിലൊക്കെ ലീഡെടുക്കാൻ തങ്ങൾക്ക് കഴിയും. ചേലക്കര നമുക്കറിയാം കെ രാധാകൃഷ്ണൻ്റെ സ്വന്തം ബൂത്താണ്. അവിടെയൊക്കെ UDF പറയുന്ന കണക്ക് കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടും. 2000 വരെ ഒരുപക്ഷെ ലീഡ് പോകാനുള്ള സാധ്യതയുണ്ട്. മുള്ളൂർക്കര, പഴയന്നൂർ UDF കോട്ട തന്നെയാണ്. അപ്പോൾ ആദ്യ 4 LDF നല്ല മേൽക്കൈയുള്ള 4 പഞ്ചായത്തുകളിൽ അവരുടെ ലീഡ് കുറയ്ക്കുകയും മറ്റ് 4 പഞ്ചായത്തുകളിൽ ലീഡ് എടുക്കുകയും 2 പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പം പോകാൻ കഴിയും എന്നുള്ളതാണ്. സായികുമാർ, ദേശമംഗലം പ്രദീപിന്റെ മണ്ഡലമാണല്ലോ. അവിടെ LDF കോട്ടയായിരുന്നു. ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് ഭരണം UDF പിടിച്ചിട്ടുമുണ്ട്. ഇത്തവണ ഒരു സീറ്റിന്റെ മാത്രം മുൻതൂക്കത്തിലാണ് LDF പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ അവിടെ എത്രത്തോളം ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു എന്നാണ് UDF പറയുന്നത്? സ്മൃതി, അവിടെ മുന്നിലേക്ക് വരും എന്ന് UDF പറയുന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് UDF അവകാശപ്പെടുന്നത്. ഈ വരവൂർ, വള്ളത്തോൾ നഗർ, ദേശമംഗലം, പാഞ്ഞാൾ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷ വോട്ടുകൾക്ക് നല്ല സ്വാധീനമുള്ള മേഖലകളാണ്. ഏകദേശം 96 മുതൽ കെ രാധാകൃഷ്ണന് വ്യക്തിപരമായി തന്നെ, അതേ രാഷ്ട്രീയമായല്ല വ്യക്തിപരമായി തന്നെ എൻ ബ്ലോക്കായി കിട്ടിയിരുന്ന വോട്ടുകളാണ് അവിടെയുള്ള ന്യൂനപക്ഷ മേഖലകളിൽ. കാന്തപുരം വിഭാഗത്തിനടക്കം നല്ല സ്വാധീനമുള്ള മേഖലകൾ. ആ മേഖലകളിൽ എന്ത് വിള്ളലുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് UDF തുടക്കം മുതൽ ആലോചിച്ച തന്ത്രം. 96 മുതൽ മുസ്ലിം ലീഗും അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളും തമ്മിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ VD സതീശൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് തന്നെ മുസ്ലിം ലീഗുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ പറഞ്ഞു തീർക്കുന്നു. അത് സംസ്ഥാനത്ത് തന്നെ PK കുഞ്ഞാലിക്കുട്ടിയായാലും പാണക്കാട് തങ്ങളായാലും ഉള്ള മുതിർന്ന നേതാക്കളെ കൊണ്ടുവന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം നമ്മൾ കണ്ടത് ചെറിയ യോഗങ്ങളാകട്ടെ വലിയ പൊതുയോഗങ്ങളാകട്ടെ അതിലെ പ്രധാനപ്പെട്ട ഒരാൾ, അത് ഉദ്ഘാടകനായാലും അധ്യക്ഷനായാലും മുസ്ലിം ലീഗിൻ്റെ നേതാവായിരിക്കും. അങ്ങനെ ലീഗിനെ ഒപ്പം തന്നെ നിർത്തി. പിന്നീട് കോൺഗ്രസ് പറയുന്നത് നമ്മൾ തന്നെ പലതട്ട പറഞ്ഞതാണ്,
കേഡർ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ്. അല്ല, മറുവശത്ത് സായി, എൻ്റെ അറിവ് ശരിയാണ് എങ്കിൽ അബ്ദുൽ ഖാദർ, ഗുരുവായൂരിൽ നിന്ന് കെ വി അബ്ദുൽ ഖാദർ, അതുപോലെ ആലപ്പുഴയിൽ നിന്ന് AM ആരിഫ്, പിന്നെ മുഹമ്മദ് റിയാസ് ഹിംസെൽഫ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇറക്കി ഇടതുപക്ഷവും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇൻട്രോഡ് ഉണ്ടാക്കുകയും ആ വോട്ട് മാനേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഏകപക്ഷീയമായി അങ്ങനെ ഒരു പ്രതീക്ഷ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓഫ് കോഴ്സ് കുഞ്ഞാലിക്കുട്ടിക്കും തങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഇഫക്റ്റും, മറിച്ച് അബ്ദുൽ ഖാദറിനും ആരിഫിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഫക്റ്റും രണ്ടാണെങ്കിൽ കൂടിയും ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഇടതുപക്ഷം ന്യൂനപക്ഷ വോട്ടിന്റെ കാര്യത്തിൽ അവിടെ. ശരിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അത് യഥാർത്ഥത്തിൽ ഈ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പിന്നീട് നമുക്കറിയാം മുഹമ്മദ് റിയാസ് ആയാലും AM ആരിഫ് ആയാലും അവിടെ ക്യാമ്പ് ചെയ്ത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. ചേലക്കരയിൽ മുഖ്യമന്ത്രി വന്ന ആദ്യ പൊതുയോഗം നടത്തി അവിടെയുള്ള വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി തന്നെയാണ് അവിടെയുള്ള പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ചേലക്കരയിൽ നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാണിക്കരുത്, മത്സരം കടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് മുതിർന്ന നേതാക്കൾക്കടക്കം പഞ്ചായത്തിന്റെ ചുമതലയടക്കം നൽകി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ UDF നേതാക്കൾ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. കെ രാധാകൃഷ്ണൻ എൻബോക്കായി കിട്ടിയിരുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കാൻ, അത് പരമാവധി ഇങ്ങോട്ടേക്ക് കിട്ടും എന്നല്ല അവർ പറയുന്നത്, ആ വോട്ടുകളിൽ ഒരു ചിന്നിച്ചിതറൽ ഉണ്ടാക്കാൻ ഇത്തവണ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാന്തപുരം വിഭാഗത്തിൻ്റെ അടക്കം പിന്തുണ തങ്ങൾക്ക് കിട്ടി. അവിടെ PV അൻവറും പ്രവർത്തിച്ചത് ഈ മേഖലകളിൽ കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. തുടക്കഘട്ടത്തിലൊക്കെ LDF നേതാക്കൾ അൻവർ അങ്ങനെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ ഇന്നൊക്കെ നമ്മൾ ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ തീർച്ചയായും സായ്കുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് അർജുനിലേക്ക് പോകണം. അതിനു മുൻപ് നോക്കൂ മാഡം, ഉണ്ണി സാർ, ഇവിടെ PV അൻവർ ഇഫക്റ്റ് എത്രത്തോളമാണ്, DMK-യുടെ NK സുധീർ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളത്. DMK എന്ന് പറയുന്ന അതൊരു രാഷ്ട്രീയ പാർട്ടിയായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുധീറിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനം. ആ രീതിയിലാണ് റോഡ് ഷോ അടക്കം എത്രത്തോളം അൻവർ ഈ മത്സരത്തെ സീരിയസ് ആയി എടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എത്ര വോട്ട് PV അൻവറിന് കിട്ടും എന്നുള്ളത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്കും നിർണായകമായി മാറില്ലേ നാളെ വോട്ടെടുമ്പോൾ? നിർണായകമായി മാറും. പക്ഷേ ഇവിടെ സായിക്ക് നമ്മളൊന്ന് സഹായിക്കാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ റോഡ് ഷോ കറക്റ്റാണ് സുജയ പറഞ്ഞത്. റോഡ് ഷോ വരെ പക്ഷേ അൻവർ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അവിടെ ബൂത്ത് പോലും ഈ ഔട്ട് ബൂത്ത് എന്ന് പറയുന്ന സംവിധാനം പോലും PV അൻവർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് സായിലൂടെ ഒരിക്കൽ കൂടെ പോയി അത് കൺഫേം ചെയ്യാം, കാരണം അതൊരു ഫാക്ട് ചെക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ചോദ്യം വളരെ പ്രധാനമാണ്, കാരണം വെച്ചാൽ ഇത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ഏത് ചേലക്കരയിൽ അത്രയും വലിയ വെല്ലുവിളിയാണ്. സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തു. അതെ, പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തു. അപ്പം അൻവർ സ്പോയിലർ ആകുമെന്നൊരു ചോദ്യം. അത് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല അൻവർ ഒരു വലിയ വോട്ട് അവിടെ പിടിക്കുമെന്ന്. ഞാനൊരു 1000-ൽ താഴെ വോട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ. അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് സുധീറിന് അത്രയും തന്നെ വോട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോൺഗ്രസിന്റെ പഴയ നേതാവാണ്, അതൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷേ അദ്ദേഹത്തിന് ഈ നാടുമായി അത്ര ബന്ധം ഉണ്ടോ എന്നുള്ള സംശയം. അത് മാത്രമല്ല സ്മൃതി, ഞാൻ അക്കാര്യത്തിൽ ഈ അവസാന ഘട്ടത്തിൽ PV അൻവർ ആ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ സുധീറിനോട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് സായിലേക്ക് പോകാം. സായി, ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അത് വളരെ പെട്ടെന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഇലക്ഷന്റെ സമയത്ത്, തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ദിവസം ആ അർത്ഥത്തിൽ പിന്നെ വളരെ സജീവമായിട്ട് സുധീറിന് വേണ്ടി PV അൻവറോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇറങ്ങിയിരുന്നു രംഗത്ത്. അടിത്തട്ടിൽ ഇറങ്ങിയിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതായത് ചില കോളനികൾ കേന്ദ്രീകരിച്ചാണ് അവസാന ഘട്ടത്തിൽ PV അൻവർ പ്രവർത്തിച്ചിരുന്നത്. അതൊക്കെ കെ രാധാകൃഷ്ണന് കിട്ടിയിരുന്ന വോട്ടുകൾ കൂടിയാണ്. അവിടങ്ങളിൽ പോയി അവർക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുക്കുക, ഏകദേശം 10-20 അധികം വീട് നിർമ്മാണങ്ങൾക്ക് തറക്കല്ലിടുക, ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, ചില ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് PV അൻവർ ചെയ്തിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ അവസാനം അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ LDF ക്യാമ്പ് പോലും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് കിട്ടിയിരുന്ന വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കാൻ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ സംസാരിക്കുന്ന ചില ആളുകൾ പറയുന്നത് അൻവറിൽ നിന്ന് സഹായമൊക്കെ ആളുകൾ പറ്റിയിട്ടുണ്ടാകാം, പക്ഷേ അവരൊന്നും പോയി വോട്ട് ചെയ്യില്ല, ചേലക്കരക്കാരെ അൻവറിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം കൂടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അൻവർ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ അറിയൂ. അൻവറിൻ്റെ ഒരു മെഷീനറി അവിടെ തുടക്കഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ പോസ്റ്ററുകൾ ഒട്ടിക്കലോ അല്ലെങ്കിൽ ഈ പ്രകടനങ്ങൾ ഈ കൊട്ടിക്കലാശത്തിന് വലിയ രീതിയിൽ ഇറങ്ങും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ചില ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അൻവറും അൻവറിൻ ഉണ്ടാക്കിയെടുത്ത ഒരു ടീമും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാമെങ്കിൽ SC/ST സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ച്, നമ്മളെ കോളനി എന്ന വാക്ക് നമ്മൾ ഒഴിവാക്കണം, സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവർ പ്രവർത്തിച്ചിരുന്നത്, PV അൻവർ പ്രവർത്തിച്ചിരുന്നത്. ഇത് ആർക്ക് ക്ഷീണമുണ്ടാക്കും? കാരണം CPM-ന് വലിയ തോതിൽ വോട്ട് കിട്ടിയിരുന്നതാണ് ഈ സങ്കേതങ്ങൾ.
തീർച്ചയായും ആ സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ച് അൻവർ പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കെ രാധാകൃഷ്ണന് കിട്ടിയിരുന്ന വോട്ടുകൾ കൂടിയാണ്. അവിടങ്ങളിൽ പോയി അൻവർ ചില ക്യാമ്പയിനുകൾ നടത്തുന്നു. അവിടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ നന്നാക്കി തരാമെന്ന് പറയുന്നു. ചില വീടുകൾ പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ഇതൊക്കെ ആളുകൾക്കിടയിൽ, അല്ലെങ്കിൽ ആ വീട് കിട്ടുന്ന ആളുകളാകട്ടെ, ആ ചുറ്റുപാടുള്ള ആളുകളാകട്ടെ, അവരൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളത്. അത് മാത്രമല്ല സ്മൃതി, SDPI പരസ്യമായി തന്നെ അവർക്കൊരു 1000 വോട്ടൊക്കെ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പരസ്യമായി DMKക്ക് വേണ്ടി ഇറങ്ങും എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. DMKക്ക് വോട്ട് ചെയ്യുമെന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ LDFിന്റെയും UDF പറയുന്നത് അൻവർ പിടിക്കുക എന്തായാലും LDFിന്റെ വോട്ട് തന്നെ ആയിരിക്കുമെന്നാണ്. ശരി, സായ്കുമാറാണ് നമുക്കൊപ്പം ചേർന്നത്.